അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 1, 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്നു വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. സുവിശേഷ വിചിന്തനം. ദൈവദൂതന്മാരും ദൈവപുത്രനും തമ്മിലുള്ള വ്യത്യാസം ഹെബ്രായക്കാർക്കുള്ള ലേഖനം ചൂണ്ടിക്കാട്ടുമ്പോൾ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതും ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നതുമായ വചനഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം വിവരിക്കുന്നത്. നിത്യസിംഹാസനത്തിൻ്റെ ഉടയവനായ യേശു ക്രിസ്തു തൻ്റെ നിത്യരാജ്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് ദ്വിവിധ ആഹ്വാനമായിട്ടാണ്. 1. അനുതപിക്കുക. 2. സുവിശേഷത്തിൽ വിശ്വസിക്കുക. നിത്യത ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അനുതപിക്കുകയും സുവിശേഷമാകുന്ന യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. മനുഷ്യൻ പിടിക്കുന്ന മീനും മനുഷ്യനൊഴികെയുള്ള പ്രപഞ്ച വസ്തുക്കളും നശ്വരമാണ്. എന്നാൽ മനുഷ്യനാകട്ടെ അനശ്വരതയിലേക്ക് വിളിക്കപ്പെടുന്നവനാണ്. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി അനശ്വരതയിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യനെ യേശുവിന് വേണ്ടി തേടാനുള്ള വിളിയാണ്.